ഞാൻ യൂസുഫ് അലി ആയത് 46 കൊല്ലം കൊണ്ടാണ്. 1946 ഡുംറയിൽ വന്നിറങ്ങിയ യൂസുഫ് അലി ഇന്നത്തെ യൂസുഫ് അലി ആയത്. പ്രിയപ്പെട്ടവരെ, ഗോപു പട്ടിക്കാരാണേ. ഞാൻ ഇപ്പൊ നിൽക്കണതേ ദുബായിലെ ബിസിനസ് ബേ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു കലാകാരനുണ്ട്, പെരിന്തൽമണ്ണയിലുള്ള അൻവർ. ആളിന്ന് കാണാൻ വേണ്ടിട്ട് വന്ന ആളെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? വാ. നമസ്കാരം. നമസ്കാരം. അൻവർ പെരിന്തൽമണ്ണ വലിയൊരു കലാകാരനാണ്. ആളെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ബിസിനസ് ബേയിലേക്ക് വന്നത്. സന്തോഷം. മീഡിയ എന്നുള്ള നിസാർ സയ്യിദ് എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. ന്യൂസ് ഒക്കെ വായിക്കുന്നത്. അതെ, ദുബായ് വാർത്ത ഒക്കെ ഉണ്ടല്ലോ, അതിലെ ദുബായ് വാർത്തയൊക്കെ വായിക്കുന്ന ഒരാളാണ്. പ്രിയപ്പെട്ടവര്, യു എയിലേക്കുള്ള കപ്പൽ സർവീസ് ഗൾഫ് മലയാളികൾക്ക് ഒരു സന്തോഷ വാർത്തയാണ് ഞാൻ പറയാൻ പോകുന്നത്. യു എയിലേക്കുള്ള കപ്പൽ സർവീസ് സഫലമാകാൻ പോവുകയാണ്. യു എയിലേക്ക് കേരളത്തിൽ നിന്നുള്ള കപ്പൽ സർവീസ് വരികയാണെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഫീസ്, അല്ലെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ ചാർജ്? വെറും 500 ദിർഹംസിന് നമുക്ക് നമ്മുടെ കേരളത്തിൽ നിന്നും യു എയിലേക്ക് കപ്പൽ സർവീസ് നടത്താമെന്ന സന്തോഷ വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു കേട്ടിടത്തോളം ഏറ്റവും സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ചെയ്യാത്തത് നമ്മുടെ യൂസഫ് അലിക്കാരെ ചെയ്യാറുണ്ട്. അത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്യണത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ സ്റ്റേജുകളിലൊക്കെ ചെയ്യാറുണ്ട്. നല്ല റെസ്പോൺസ് ഉണ്ടാവാറ്, നല്ല കയ്യടി കിട്ടാറുണ്ട്. ഞാൻ യൂസുഫ് അലി ആയത് 46 കൊല്ലം കൊണ്ടാണ്. 1946 ഡുംറയിൽ വന്നിറങ്ങിയ യൂസുഫ് അലി ഇന്നത്തെ യൂസുഫ് അലി ആയത് നീണ്ട 46 കൊല്ലം കൊണ്ടാണ്. എന്റെ വല്യപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ എത്ര വലിയവനായാലും മറ്റുള്ളവർ ചെറുത് എന്ന് നീ ചിന്തിക്കരുത്. ഞാൻ എന്റെ വല്യപ്പാന്റെ വാക്കുകൾ ഇപ്പോഴും ഞാൻ മനസ്സിൽ കൊണ്ടുനടക്കാറ്. നാട്ടിലെവിടെയാ? നാട്ടില് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ. പ്രവാസിയായിട്ട് എത്ര വർഷമായി? 30 വർഷത്തോളമായി. 30 വർഷത്തോളമായി പ്രവാസിയായിട്ട്. ഇവിടെ വർക്ക് ചെയ്യണത്? ഞാനിവിടെ യു എയിൽ തന്നെ ഞാനൊരു റിയൽ എസ്റ്റേറ്റ് മേഖലയിലാണ്, ബിസിനസ് മേഖല. ഇനി നമുക്ക് നമ്മുടെ മൺമറഞ്ഞു പോയ കവി അയ്യപ്പേട്ടന്റെ ഒരു ശബ്ദശകലം ഞാൻ പറയാൻ ശ്രമിക്കാം. ഞാൻ മറന്നെന്ന് തോന്നിത്തുടങ്ങിയാൽ പെണ്ണെ മടിക്കാതെ എൻ്റെ അടുത്തേക്ക് വന്നേക്കണം. നീ വരുമ്പോൾ ഞാൻ നല്ല ഉറക്കത്തിലായിരിക്കും. സ്വപ്നങ്ങൾ മുഴുവൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിന്നെയും കാത്ത് കരുൾ പങ്കിടാൻ വയ്യന്റെ പ്രണയമേ, പകുതിയും കൊണ്ടുപോയി ലഹരിയുടെ പക്ഷികൾ. ജോലിയും കലാപ്രവർത്തനം കൂടി ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരാളാണ്. അതെ അതെ. ദുബായ് തൃശ്ശൂര് അല്ലേ? ഞാൻ തൃശ്ശൂര്. ഫിലിം ഫീൽഡിലൊക്കെ ഉണ്ട് തോന്നുന്നുണ്ടല്ലോ, ചെറുതായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ആരും ചെയ്യാത്ത, ഞാൻ കൂടുതൽ അങ്ങനെയുള്ളതാണ് ചെയ്യാറ്. പിന്നെ നടന്മാരിലൊക്കെ പിന്നെ എല്ലാവരും കേൾക്കുന്നതാണല്ലോ, സാധാരണ കേൾക്കുന്നതാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ കുറച്ച് വെറൈറ്റി സംഭവങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യാറുണ്ട്. സുനിൽ പി ഇളയുടെ മാഷിനെ നമുക്കൊക്കെ അറിയാം. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ശബ്ദം ഞാൻ അനുകരിക്കാൻ ശ്രമിക്കാം. ഒരാളാരാണെന്ന് അറിയാൻ ഇത് 3 മതി കേട്ടോ. പേര്, ഊര്, തൊഴില്, ജാതി. ജാതി വേണ്ട, അത് ശരീരം കണ്ടാലറിയാം. ഇതൊന്നും അറിയാത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ. അതിനൊന്നും ഒരു നിവൃത്തിയുമില്ല. ഇവിടുത്തെ ഓണാഘോഷങ്ങളിലൊക്കെ ചെയ്തിരുന്നു. ചെയ്തിരുന്നു. അടുത്ത് ഓണാഘോഷം ചെയ്തിരുന്നു. ഇപ്പൊ ഇല്ല, അവസാനം ഞങ്ങൾ ഓർമ്മ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്, നമ്മുടെ ഓർമ്മ എന്ന് പറയുന്ന സംഘടന. അവരുടെ ഓണാഘോഷ പരിപാടി ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹമീദ് കലാഭവൻ ഉണ്ടായിരുന്നു, പിന്നെ നിഷാദ് ഭരതന്നൂർ, പിന്നെ എൽ.എ. അമീർ ഒരു ആർജയാണ് അദ്ദേഹം. പുള്ളിയുടെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു, ട്രൂപ്പായിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് എവിടെയായിരുന്നു പ്രോഗ്രാം? അത് അൽനാസർ ലഷർലാൻഡില്. സുന്ദരനായ വില്ല ഉണ്ടായിരുന്നു, റിസബാവ. ബെൻസ് പേടിക്കണ്ട, ഇത് ഞാനാ, ജോർജ് ഹോനായി. 36 കൊല്ലമായടാ ബെൻസ് ഞാൻ പോലീസിൽ. ഇതിനിടയിലെ പുറത്തറിഞ്ഞും അറിയാതെയും ഒരുപാട് ചെറ്റത്തരങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിലൊന്നും എനിക്കൊരു റിഗ്രറ്റുമില്ലടാ. 2 ദിവസം കഴിഞ്ഞ് പോലീസിൽ നിന്നും എനിക്ക് മെഡലും വാങ്ങി ഇറങ്ങുമ്പോ ഈ ജോർജ് ഹോനായി പഴയ ജോർജ് ഹോനായി തന്നെയാ. കുടുംബം ഇവിടെ ഉണ്ടോ? കുടുംബം ഇപ്പൊ ഇവിടെ അല്ല, കുടുംബം ഇപ്പൊ നാട്ടിലാണ്. മുമ്പ് ഉണ്ടായിരുന്നു, പിന്നെ കുട്ടികളുണ്ട്, അപ്പൊ ഇപ്പൊ നാട്ടിലാണ്. വീട്ടിലാരൊക്കെയാ? വീട്ടില് വൈഫുണ്ട്, മോളുണ്ട്, 2 ആൺകുട്ടികളുണ്ട്. ഞങ്ങള് 3 കുട്ടികളുണ്ട്, 2 ആണും 1 പെണ്ണും. മൂത്താള് ഇപ്പൊ സൗദിയിലാണ്. പുള്ളി ജോബുണ്ട് അവിടെ, സൗദിയിൽ വർക്ക് ചെയ്യാം. പഴയ കാലം നടനായ നമ്മളെ മധു സാറിന്
ഈ ഒരു റോള് അഭിനയിക്കാൻ കിട്ടുകയാണെങ്കിൽ കാതിൽ ചുവന്ന കല്ല് വെച്ച് കിഴക്കേട്ട് ഒരു കൊച്ചു കൂട്ടുകാരൻ എനിക്കും ഉണ്ടായിരുന്നു. ആരുമല്ലായിരുന്ന എന്നെ ആരൊക്കെയോ ആക്കിയ ബാലചന്ദ്രൻ, എന്റെ ബാലൻ. അവന്റെ അച്ഛനില്ലാത്ത സമയം നോക്കി അവൻ എനിക്ക് മുടി വെട്ടിച്ചു തന്നു. ഞങ്ങൾ കടല മുട്ടായി വാങ്ങിച്ചു കഴിച്ചു. എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് അവനായിരുന്നു. അപ്പൊ ഈ മിമിക്രി ഒക്കെ നന്നായി വളരെ ഇവിടെ എല്ലാവരും പറയണതാണ് ആ സ്പെഷ്യൽ ആയിട്ടുള്ള വോയിസിന്റെ ആ, ആളാണ് സന്തോഷം സന്തോഷം. അപ്പോ ഈ ഒരു തിരക്കിന്റെ ഇടയില് നമുക്ക് ഇങ്ങനെ ഒരു സമയം തന്നതില് വളരെ എനിക്കും വളരെയധികം സന്തോഷം ഇങ്ങനെ വന്ന് എന്റെ അടുത്ത് വരാൻ നിങ്ങൾ കാണിച്ചൊരു ഒരു നല്ല മനസ്സ് സന്തോഷം. ആയിക്കോട്ടെ. സന്തോഷം. ഓക്കെ, നന്ദി, നമസ്കാരം.